കണ്ണീരിൻ്റെ കാലത്ത് ഒത്തിരിയേറെ മക്കള് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ തകർച്ചയിലെ തളർച്ചയിലെ ഒക്കെ താങ്ങണമേ എന്ന് കർത്താവിനോട് കണ്ണീരോടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് ഇപ്പോഴ് അമ്മയുടെ മധ്യസ്ഥത്തിൽ ആരാധ്യനായ ഈശോയോട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ഇനിയും അങ്ങയുടെ കാരുണ്യം ലഭിക്കേണ്ട മേഖലകൾ, രോഗസൗഖ്യത്തിന്റെ മേഖലകൾ, പഠന മുന്നേറ്റത്തിന്റെ മേഖലകൾ, ഒരു സ്ഥിരതയുടെ മേഖലകൾ, പാർപ്പിട സജ്ജീകരണങ്ങളുടെ മേഖലകൾ, പരീക്ഷാ വിജയത്തിന്റെ മേഖലകള്, വ്യവഹാരങ്ങള്, അതിന്റെ വിജയങ്ങള്, നീതി നടത്തിപ്പ്, ജീവനോപാധികള്, ജീവിത മാർഗങ്ങള്, വ്യവസായ മാർഗങ്ങള്, വ്യാപാര മാർഗങ്ങള്, ജോലി യാത്രകള്, എല്ലാത്തിന്റെ മേലും ആരാധ്യനെ അങ്ങയുടെ തിരുമുറിവാർന്ന ആശീർവദിക്കണം. ജീവിത മേഖലകളെ സമർപ്പിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തകർച്ചകളെ, വിവാഹം ഒത്തുവരാത്തവരെ, കുഞ്ഞുങ്ങളില്ലാത്തവര്, വിവാഹ വ്യവഹാരങ്ങൾ കഴിയുന്നവര്, കുടുംബ തകർച്ചയിലേക്ക് പോകാൻ പോകുന്നവര്, കുഞ്ഞുങ്ങൾ അനാഥമാകുന്നവര്, ആ കുടുംബങ്ങളോടെല്ലാം, ആ വിവാഹ്യ ബന്ധങ്ങളോടെല്ലാം ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവര്, ആ മേഖലകളിലെല്ലാം കർത്താവിന്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്വരത്തിൽ പാടുക. കാരുണ്യസാഗരമേ, പരീക്ഷ എഴുതിയവര്, എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാണെന്ന് സ്വന്തമായിട്ട് അറിയാവുന്നവര്, കണ്ണീരോടെ തന്നെ പരാജയത്തിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതാൻ പോകുന്നവര്, അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്നവര്, റിസൾട്ട് വന്നിട്ട് റിവാലുവേഷൻ വിട്ടിരിക്കുന്നവര്, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾ, അക്കാഡമിക് പരീക്ഷകളെല്ലാം ജീവിത മുന്നേറ്റത്തിന് വേണ്ടിയും, ജീവിതം ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ, മരവിച്ചു പോയ പോലെ അവസ്ഥകൾ, ഇനി പഠിക്കാൻ പണമില്ലാത്തവരെ, ഇനി പരീക്ഷയ്ക്ക് പണമില്ലാത്തവരെ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. കാരുണ്യസാഗരമേ, സ്വർഗീയ രാജനീശോ, ഒരുമിച്ച് പാടുക, സ്വരത്തിൽ പാടുക. നിൻ മുൻപിൽ വന്നിതാ കാരുണ്യസാഗരമേ,
25 വർഷമായി എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകുടി മാറണേ. അതെന്താ 6ാമത്തായിട്ട് എഴുതിയത്? അതാണല്ല നീ ഇത്രയും നാൾ വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കണത്. ഇതെങ്ങനെയാണ് 6ാമത്തായിട്ട് വന്നത്? ഇപ്പം നിൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ ചത്ത് മാത്രമേ ഇത് തീരത്തുള്ളൂ, ദൈവത്തിന് പോലും ഈ കുടി മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഈ 6ാമൻ്റെ പ്രശ്നം. അതായത് ഈ ഒരു ഒറ്റ ഈ 6ാമത് ഈ സാധനം വെച്ചിരിക്കണ കാരണം തന്നെ നിൻ്റെ മുഴുവൻ ഉടമ്പടി തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താ വെച്ചാൽ നീ എന്താണ് ഈ 6ാമത് വെച്ചിരിക്കുന്നത്? 6ാമത്ത് വെച്ചിരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ കാര്യം ചിലപ്പോൾ ഒത്ത കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല. ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റത്തില്ല. ആ മനുഷ്യനിപ്പം 30 കൊല്ലമായി വെള്ളം അടിക്കണത്. കല്യാണ ദിവസം വരെ വെള്ളം അടിച്ചതാണ് ആ മനുഷ്യൻ. അപ്പോൾ അതെങ്ങനെ മാറാനാണ്? പിന്നെ മാതാവിന് ശക്തി ഉണ്ടെങ്കിൽ മാറട്ടെ. അപ്പം ദൈവത്തിൻ്റെ ശക്തിയെയും പരിപാലനയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പലരും 6ാമത്തെ കാര്യം വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ 6ാമത്തെ കാര്യം ഇങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം തന്നെ ഉള്ളതെല്ലാം തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് കാര്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്, ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. ഇപ്പോൾ റീച്ചലിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ മകൾക്ക് എന്ത് ഓട്ടോ ഇമ്മ്യൂണി ഡിസാണെന്ന് പറഞ്ഞാലും ശരി, പരിശുദ്ധ അമ്മ വിചാരിച്ചാൽ എൻ്റെ മകൾക്ക് മുടി തിരിച്ചു വരുമെന്ന്. അത് 6ാമത്തെ കാര്യമല്ല, 1ാമത്തെ കാര്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടെ വിജയിക്കാൻ കാരണം. ഏറ്റവും അസാധ്യമായ കാര്യം 1ാമത്തെ കാര്യമായിട്ട് എഴുതിയിരിക്കണം. അപ്പോഴെന്ന് വെച്ചാൽ അത്രയും ദൈവത്തിൽ ആ വ്യക്തി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാ വിഷയങ്ങളും രക്ഷപ്പെടുന്ന കാര്യം ആദ്യത്തെ വിഷയത്തിൽ തന്നെ അവർ കവർ ചെയ്ത്, ഉടമ്പടി ഡിമാൻഡ്സ് കവർ ചെയ്തു. കാര്യം ഒരു വാഗ്ദാനം എങ്ങനെയാണ് പ്രാപിക്കണത്? ദൈവം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എവരിത്തിങ്ങിന് വാഗ്ദാനമുണ്ട്. ഇപ്പോൾ റീച്ചലിന് മുടി തിരിച്ചു വരാൻ കാര്യം എന്താണ്? മുടി അവൾക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം. അവളുടെ പ്രൊഫഷൻ നോക്കുമ്പോൾ മുടി അവൾക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം. അതിന് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. മുടി അതാണ് ഈശോ പറയണത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6:32 എഴുതിയിരിക്കണില്ലേ? മത്തായി ശ്ലീഹ 6:32 എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അപ്പോൾ അതൊന്ന് വായിച്ചോളൂ. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അതാണ് അപ്പം നിങ്ങൾ ഓർക്കും, ഇപ്പോൾ 6:31 എഴുതിയിരിക്കുന്നത് എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളുടെ കൂടെ ബാക്കി വരുന്ന കുറേ ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈശോ 6:33 അത് കറക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. മത്തായി ശ്ലീഹ 6:33 എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം അവിടെയാണ് വിഷയം വേണ്ടത്. അവിടെ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്നല്ല, മറ്റുള്ളവയെല്ലാം എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിന് ആവശ്യമായതെല്ലാം അത് അവർക്ക് തലമുടിയാണ് ആവശ്യമെങ്കിൽ അതും. പിന്നെ എന്താണ്, നമ്മൾ നേരത്തെ കണ്ട ഷേർലിയില്ലേ, ഷേർലിയുടെ മകൻ്റെ എന്താ പ്രശ്നം? ഷേർലിയുടെ മകൻ്റെ വിഷയം എന്ന് പറയുന്നത് അവന് +2 ആണ്.
പക്ഷെ അവർ യൂറോപ്പിൽ പഠിക്കണം. +2 ആണ്, അവൻ യൂറോപ്പിൽ പഠിക്കണം. അതിനേക്കാളൊക്കെ വലിയൊരു വിഷയമുണ്ട് അവർ ഈ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലായി നമ്മൾ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് പിന്നെ അലർജിയാണ്. അവൻ്റെ പേര് അലൻരാജ് ദേവിൻ്റെ പേര്. അലൻരാജിന് ഓൺലൈൻ ക്ലാസ് അലർജിയാണ്. അപ്പം അവന് അമ്മ ഇങ്ങനെ പറഞ്ഞ് തലയിലെ വെള്ളം പറ്റുകയാണ്, എടാ നീ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പക്ഷേ ഇവന് ഒരു ടൈം കഴിഞ്ഞാൽ ഇതിൻ്റെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെങ്ങനെ മാർക്ക് കിട്ടണത്? മാർക്ക് കിട്ടത്തില്ല. അവൻ തോക്കും, ഉറപ്പായിട്ടും തോക്കും. തോക്കണത് തന്നെയല്ല, ഇനിയിപ്പോൾ എങ്ങാനും അവൻ്റെ ഒരു കലിബർ കൊണ്ട് വലിഞ്ഞ് കയറിയാൽ പോലും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അവരുടെ വിഷയം. അപ്പോൾ അതവരുടെ ഉടമ്പടി വിഷയമാണ്. ഷേർലി ഉടമ്പടി ചെയ്യുമ്പോൾ ഷേർലി അതിൽ അത് വിഷയം എഴുതുന്നുണ്ട്. എന്താണ്? എൻ്റെ മകൻ്റെ അമ്മയുടെ തിരുസന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയം പറയുന്നുണ്ട്. എന്താണ്? അവൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ അമ്മ എന്ത് ചെയ്യാനാണ്? ഇതാണ് എൻ്റെ മകൻ്റെ അവസ്ഥ. ഞാനവനെ തല്ലാനോ കൊല്ലാനോ പറ്റുമോ? അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. അവന് ഒരു ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മാർക്ക് കൊടുക്കണം. അപ്പോൾ അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനിവർ ചെയ്യണ കാര്യത്തിൽ ഇവനോട് പറയും, നീ പരീക്ഷ എഴുത്, പറ്റണ പോലെ പഠിച്ച് പരീക്ഷ എഴുത്, ബാക്കിയുള്ളത് അമ്മയോട് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥം വഹിച്ച് നിനക്ക് മാർക്ക് വാങ്ങിച്ചു തരാമെന്നാണ് പറയണത്. ഒരു വിശ്വാസിയുടെ നിഷ്കളങ്കമായ ഒരു ശരണമാണ്. ബുദ്ധിജീവികളൊന്നും ഈ മേഖലയിൽ വാപൊളിച്ചിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് ബുദ്ധി മാത്രമല്ലേ ഉള്ളൂ. ബുദ്ധി മാത്രം കൊണ്ട് ഈ ലോകത്ത് ചില അസൈൻമെൻറ്റുകൾ കവർ ചെയ്യാൻ പാടായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിന് നിലവാരം എന്ന് പറയണത് എന്താ? വിശ്വാസം എന്ന് പറയണത് സർവശക്തനായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ വിശ്വസിക്കുകയാണ്. ഇപ്പം സൃഷ്ടാവിൽ മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത്, പിന്നെ എന്താണ്? സർവശക്തനിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടികളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉള്ള ഒരു ത്രെഡായിട്ടാണ് നമുക്ക് ഫെയ്ത്ത് തന്നിരിക്കുന്നത്. സൃഷ്ടികളിൽ അതാത് കാലങ്ങളിൽ ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യർ എല്ലാവരും ഒരേ നിലവാരമുള്ള ബുദ്ധിയുള്ളവരാകുമോ? ഒരിക്കലും ആകത്തില്ല. എല്ലാ മേഖലകളിലും എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിനിമാ നടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അയാൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തതെന്നാണ് അയാൾ തന്നെത്താൻ എക്സ്പ്ലെയിൻ ചെയ്യണത്. അത് അയാൾ ഒരു അവിശ്വാസിയാണെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരാളെ കെട്ടിയെടുത്ത് അയാളെ ഇൻ്റർവ്യൂ ചെയ്യിക്കുകയാണ്. അവരാരും ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതല്ല, ഇയാളുണ്ടാക്കിയ ഒരു ഇൻ്റർവ്യൂ ആണത്. അത് കേൾക്കും പറയാൻ പറ്റും. അയാൾ അതിനകത്ത് പറയാനൊരു സാധനം, ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കാത്തത്? ഇവിടെ പാവപ്പെട്ടവരുള്ളത് കൊണ്ടാണ്. പണക്കാരും പാവപ്പെട്ടവരും രണ്ടും രണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. മനുഷ്യൻ ഈക്വൽ അല്ലാത്തത് കൊണ്ടാണെന്നാണ് പുള്ളി പറയുന്നത്. മനുഷ്യൻ ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്. ഇനി ഒരു രസകരമായ വിഷയത്തിൽ ഇപ്പോൾ ഒരേ തരത്തിൽ ബുദ്ധിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്ക് ഒരേ വരുമാനമാണ് ഇവിടെ കിട്ടുന്നത്? അല്ല. ഒരേ ബുദ്ധിയും ഒരേ ക്ലാസ്സും ഒരേ എഡ്യൂക്കേഷനും ഉള്ളവർക്ക് ഒരു വരുമാനമാണ് കിട്ടുന്നത്? അല്ല. എന്താ കാര്യം? അവർക്കില്ലേ ചിലർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ അവരതിൻ്റെ അകത്ത് വ്യക്തിപരമായ അവരുടെ അനുഭവജ്ഞാനവും കമ്മിറ്റ്മെൻറ്റിൻ്റെ വിഷയമുണ്ടല്ലോ. ഇപ്പം ഡെഡിക്കേഷൻ എന്നല്ലേ പറയണത്. ഇപ്പം ഡെഡിക്കേഷൻ എന്നൊക്കെ പറയണത് പണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കായിരുന്നു ഡെഡിക്കേഷൻ, ഡിവോട്ടി എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ അവരൊരു ഫിസിക്കലായിട്ട്
ഒരു എന്താണ് ഒരു നഗ്നതയൊക്കെ കാട്ടി അഭിനയിക്കേണ്ട റോള് കൊടുത്താൽ അതങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ സംവിധാനം എന്താ പറയണത്, അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെന്ന് പറയും. ഒരു അക്ഷരങ്ങൾ ഒരു വാക്കിന് സംഭവിക്കണ വ്യത്യാസം കണ്ടില്ലേ? ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ ദൈവികമായൊരു വാക്ക് ഇന്ന് ഉപയോഗിക്കുമ്പോൾ വരുമ്പോൾ അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് അഭിനയിക്കുന്നത്. ഡെഡിക്കേറ്റഡ് അഭിനയിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതുപോലെ ഈ ഡെഡിക്കേഷൻ ഒരു വിഷയമാണ്. എത്ര ബുദ്ധി ഈക്വലായാലും ശരി, ഡെഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പണം, ആ വിഷയത്തെ അർപ്പണം വരുമ്പോൾ തന്നെ അർപ്പണം ഉള്ളവരുണ്ടാകും. ചിലർക്ക് ഉറങ്ങാൻ എനിക്കിഷ്ടം, ചില ആൾക്കാർക്ക് അത് എഴുന്നേറ്റിരുന്ന് വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടം. ആരായിരിക്കും രക്ഷപ്പെടുന്നത്? വർക്ക് ചെയ്യുന്നതിനായിരിക്കും രക്ഷപ്പെടുന്നത്. അപ്പോൾ ഡെഡിക്കേഷൻ ഒരു വിഷയമാണ്. അപ്പോൾ ദൈവത്തെക്കാളുപരി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോൾ ഓരോരുത്തരും, പിന്നെ ബൈബിളനുസരിച്ചിട്ട് ആരാണ് സന്തോഷവാനെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. 2019 ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ദൈവം അതിനെന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, അത് ആക്ച്വലി ഞാൻ ഉടമ്പടി വെക്കാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് നാട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വീട് പണിയോടനുബന്ധിച്ച് എനിക്ക് ആ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ അത് എന്ത് ചെയ്താൽ നടക്കുന്നില്ലായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. കാരണം അടുത്തുള്ള ബന്ധുക്കൾ തന്നെ ആ സ്ഥലം ആരെങ്കിലും കാണാൻ വരുമ്പം അവർ വഴി അടയ്ക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരേക്കർ. അപ്പോൾ അവിടെ അടുത്ത് ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആരെങ്കിലും സ്ഥലം കാണാൻ വരുമ്പം അവർ വഴി അടയ്ക്കും. എല്ലാവരെയും പറഞ്ഞ് വിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത് വിൽക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അനുജത്തി നാട്ടിലുണ്ടായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, നീയും നിൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ പോയി മാതാവിൻ്റെ കാശുരൂപം ആ സ്ഥലത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലിയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാനിവിടെ 21 പ്രാവശ്യം ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടതാണ് ഒരാൾ പറഞ്ഞത്. കാരണം എന്തോ പ്രശ്നങ്ങൾ വന്നപ്പോൾ 21 പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്തെന്ന്. അപ്പം ഞാൻ 21 പ്രാവശ്യം ഞാനും ഇരുന്ന് പ്രാർത്ഥിച്ചു. അവൾ നേർച്ച വസ്തുക്കളായ കാശുരൂപം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ചു, പ്രാർത്ഥിച്ചു. എന്തോ അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ എല്ലാവരെയും വഴക്കുണ്ടാക്കി വിട്ട അവർ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ തന്നെ സ്ഥലം വാങ്ങിച്ചോളാം, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അത് സോൾവ് ചെയ്തു. ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചു. അതുപോലെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ, അതും ഞാൻ ഉടമ്പടി വയ്ക്കാത്ത കാര്യമാണ്. എൻ്റെ മോൻ്റെ ഇൻറ്റേൺഷിപ്പിനൊരു തടസ്സം വന്നു. ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടിങ് ഡേ തന്നെ അവന് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ്. അതുപോലെ ടെസ്റ്റുകളൊക്കെ അവൻ US പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെസ്റ്റുകളൊക്കെ എഴുതി വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിക്കും എഴുതിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തടസ്സം വന്നു. അപ്പോഴും ഞാൻ ഈ 21 പ്രാവശ്യം എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നപ്പം ഫസ്റ്റ് ഞാൻ 21 പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചാണ്, ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥിച്ചാണ് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം പിറ്റേ ദിവസം തന്നെ ആ ഇൻറ്റേൺഷിപ്പ് സോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ അവന് ജോലി കിട്ടുകയും ചെയ്തിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ മരുമകൻ്റെ ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവൻ്റെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരിത് വന്നു. അവനും US അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ 21 പ്രാവശ്യം മാതാവിൻ്റെ രൂപം വെച്ച് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. എന്തോ പിറ്റേ ദിവസം അതും ശരിയായി. പിന്നെ ഞങ്ങളുടെ വീട് പണിയാണ്. വീട് പണിത് കഴിഞ്ഞു. അത് വീട് പണിയുടെ സമയത്ത് ഇഷ്ടം പോലെ ടെൻഷനുകളും കോവിഡ് സമയത്തെ പ്രശ്നങ്ങളും അല്ലാതെ ഇഷ്ടം പോലെ സൈഡായിട്ട് ടെൻഷനുകളും. ഞങ്ങൾ വീട് പണിത് ആ വീട്ടിൽ കയറി താമസിക്കുന്ന സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല. അപ്പോഴും ഞാൻ ഉടമ്പടി വെച്ച കാര്യമായിരുന്നു. പുരപണി പൂർത്തിയായിട്ട് മാറി താമസിക്കാൻ പറ്റണമെന്ന്. എന്തെല്ലാം പ്രശ്നങ്ങളും ടെൻഷനുകളും ഉണ്ടെങ്കിലും കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞാലും അതെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയായി. ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റി. ഇപ്പോൾ സമാധാനമായിട്ട് ആ വീട്ടിൽ ജീവിക്കുന്നു. ഇതെല്ലാം നിയോഗത്തിൽ വെച്ച ഈ പുരപണിയും അതുപോലെ മോൻ്റെ ജോലിക്കാരിയും എല്ലാം നിയോഗത്തിൽ വെച്ചതാണ്. അതുപോലെ അവന് ഫസ്റ്റ് അറ്റംപ്റ്റ് H1B വിസയും കിട്ടി. അത് ലോട്ടറിയിലാണ് കിട്ടിയത്. അതും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ്. അത് രണ്ടാമത് പുതുക്കാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ ഞാൻ എഴുതി. പക്ഷേ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടുന്ന് കിട്ടി, അറിവ് കിട്ടി അവന് സെലക്റ്റായെന്ന്.
അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഏതായാലും രണ്ടാമത് ഇനിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ മാതൃശക്തിയും പ്രത്യേകം ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും ദൈവകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലില്ലി, സ്ഥലം മാള. എനിക്ക് എവിടേക്ക് യാത്ര ചെയ്ത് പോകുമ്പോഴും തലവേദന, പിന്നെ ശരീരം വേദന, മുട്ടുവേദന, കാലുവേദന, തണ്ടൽ വേദന, എല്ലാ വേദനകളും സ്ഥിരമായിട്ട് വരാറുണ്ട്. മുട്ടുവേദന, നീരൊക്കെ വരണ കാരണം നടക്കാനോ മുട്ടുകുത്താനോ ഒന്നിനും പറ്റാറില്ല. ഇവിടെ വന്ന് 2019 ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. തലവേദന, മുട്ടുവേദന, തണ്ടൽ വേദന, എല്ലാ വേദനകളും എൻ്റെ നിശേഷം മാറി. പിന്നെ അഖണ്ഡ ജപമാലയ്ക്ക് 15 കിലോമീറ്റർ നടക്കേണ്ട വന്ന് അതും ഞാൻ നടന്നു. എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നെ ശക്തനാക്കിയതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ എൻ്റെ മകന് 4 വർഷമായിട്ട് കുട്ടികളുണ്ടായില്ല. ഇവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച പിറ്റേ മാസം തന്നെ മകള് പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞ് പ്രസവിച്ച് 2.25 വയസ്സായി ഒരു ആൺകുട്ടി ഉണ്ട്. അതിനുശേഷം രണ്ടാമത് പ്രസവിച്ചു. ആ കുട്ടിക്ക് 3 മാസം കഴിഞ്ഞു. ആ കുട്ടി ആൺകുട്ടി തന്നെ. പിന്നെ മകന് PR കിട്ടാനായിട്ട് ഡേറ്റ് ഇട്ട് ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം തന്നെ മാതാവിന് ഞങ്ങൾക്ക് അറിയിച്ച് തരണം. അവന് PR കിട്ടിയോ കിട്ടിയില്ലേ എന്നൊന്ന് അറിയണം മാതാവിയെന്ന് പറഞ്ഞ് മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡിസംബർ 6-ാം തീയതി തന്നെ അവൻ്റെ കടലാസൊക്കെ കിട്ടി. PR കിട്ടാനുള്ള എല്ലാ ചാൻസുകളും കിട്ടി. പിന്നീട് PRും കിട്ടി. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലമായി എൻ്റെ മകൾക്ക് എപ്പോഴും വേദനകളും വിഷമങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട്. തണ്ടൽ വേദനയും പുറം വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. ആ വേദനകളും എല്ലാ വേദനകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം മാറി. പിന്നെ ജീവിത പങ്കാളിക്ക് മറവി രോഗം കുറേശ്ശുണ്ട്. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും കുറവായി. ഷോളർ വേദനയൊക്കെ ഉണ്ടായി, അത് കുറവായി. എൻ്റെ പേര് റാണി. എൻ്റെ വീട് കോട്ടമുറി, മാള. ഞാൻ 2018 ഡിസംബർ 19-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എനിക്കൊരു യൂട്രസിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂട്രസൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് എനിക്ക് മാതാവ് ഇപ്പോൾ അത് മാറ്റിത്തന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ മകൻ്റെ പഠനം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാനഡയിൽ പഠിക്കാൻ പോയി. സാമ്പത്തികമായി ഞങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടായി. പക്ഷേ അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യത വന്നു. അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മോചനം തന്നു. ഞങ്ങളുടെ സ്ഥലം വിൽക്കാതിരുന്ന സ്ഥലം വിറ്റ് ഞങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചു. അതുമൂലം ഞങ്ങളുടെ കടബാധ്യതയൊക്കെ തീർക്കാൻ പറ്റി. മോളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്താനും പറ്റി. വീടിൻ്റെ പണി കുറച്ച് പൂർത്തിയാകാനുണ്ടായിരുന്നു. അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ദൈവത്തിന് 1000 നന്ദി. എൻ്റെ പേര് ആദിത് ജോൺ എന്നാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ വെച്ചൂരിലാണ്. ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റാണ്. പക്ഷെ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് 2019. ഞാൻ +2-ലായിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ CBSE 10th ബോർഡ് എക്സാമിന് 96% മാർക്കോടെ പാസ്സായൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ആ സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ 11ാം ക്ലാസ് 1ാമത്തെ ദിവസം തൊട്ട് എനിക്ക് പഠിക്കാനുള്ളൊരു ഒരു ആഗ്രഹം പോയി. ആദ്യത്തെ ദിവസം തൊട്ട് അത് 11ാം ക്ലാസ് ആദ്യത്തെ പരീക്ഷയിൽ തന്നെ അത് കാണാനും പറ്റി. 70% മാർക്ക് കുറഞ്ഞു. പിന്നെ കുറഞ്ഞ് എല്ലാ പരീക്ഷയ്ക്കും ഫെയിലായി തുടങ്ങി. എല്ലാ പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷ, വലിയ പരീക്ഷയാവട്ടെ 10 മാർക്കിൻ്റെ ചെറിയ പരീക്ഷയാവട്ടെ, എല്ലാ പരീക്ഷയ്ക്കും ഫെയിലായി തുടങ്ങി. പാസ്സാവുകയാണെങ്കിൽ തന്നെ കഷ്ടിക്കുമല്ലോ പാസ്സാവും. ഈ വലിയ പരീക്ഷ ഉണ്ടെങ്കിൽ 5 സബ്ജക്റ്റ് എഴുതിയ 5 സബ്ജക്റ്റിൽ 2 എണ്ണം പോകും, അല്ലെങ്കിൽ 1 എണ്ണം പോവും. ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പാസ്സാവില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിലായിട്ടും പഠിക്കാനുള്ളൊരു ആഗ്രഹം ഉള്ളിൽ നിന്ന് പോയി. എത്ര നോക്കിയിട്ടും പഠിക്കാൻ പറ്റണില്ല. പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ബുക്ക് തുറന്നു വെച്ചാലും പഠിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ താന്ന്. പക്ഷേ ദൈവാനുഗ്രഹം കാരണം 11ാം ക്ലാസ് കൊല്ലപ്പരീക്ഷയായപ്പം 5 പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായി. 2-3 മാർക്കിന് അല്ല 5 മാർക്കിന് പാസ്സായതുകൊണ്ട്
തോൽക്കാതെ 12ാം ക്ലാസ്സിലേക്ക് കയറാൻ പറ്റി. 12ാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പം കുറച്ചും കൂടെ മോശമായ അവസ്ഥ. ആദ്യത്തെ ദിവസം തൊട്ട് ഒന്നും നോക്കൂല. ഒരു വർഷം 11ാം ക്ലാസ്സിൻ്റെ ലാഗ് മൊത്തം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 12ാം ക്ലാസ് ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല.